ഹേ ഗൈസ്, അപ്പോൾ ഇത് വീണ്ടും ഒരു സ്റ്റഡി വ്ലോഗാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള കോലാണിത്. രാവിലെ കിടക്കുന്ന എഴുന്നേറ്റ് വന്നത് ഇവിടെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കിടന്നപ്പോഴും പിന്നെ എഴുന്നേറ്റപ്പോഴും. കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ട് അവധിയായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ വന്നപ്പോഴേക്കും. അത്യാവശ്യം നല്ല ബ്രൈറ്റ്, ലൈക്ക് കുറച്ച് ചെറിയ രീതിയിൽ വെയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിസിനസ് പഠിക്കാമെന്ന് വിചാരിച്ചു. ബിസിനസ്സിൻ്റെ നോട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി, വലിയതായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാഗി ഇരിപ്പുണ്ടായിരുന്നു. മാഗി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ മാഗി, നോർമലായിട്ടുള്ള മാഗി ഉണ്ടാക്കി കുറച്ച് ദിവസമായി. അപ്പം ഞാൻ എൻ്റെതായ രീതിയിലാണ് വെക്കുന്നത്. 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കേണ്ട മാഗി ഞാൻ വെക്കുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും എടുക്കും. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ എൻ്റെതായ രീതിയിൽ മസാലയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മാഗി മസാലയുടെ പുറമെ ഞാൻ എൻ്റെതായ മസാലയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മിക്കവരും അങ്ങനെ ആയിരിക്കും. 2 മിനിറ്റ് കൊണ്ടൊന്നും ഒരിക്കലും ആരും മാഗി ഉണ്ടാക്കില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈൽ ഉണ്ടാവല്ലോ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ വന്നിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിസിനസ് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് വരാൻ ഒരു കാരണം എന്ന് പറയുന്നത് അത് തിയറിയാണ്. കംപ്ലീറ്റ്ലി തിയറി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ മടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എഴുതിക്കൊണ്ട് പോവാണെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ലൈക്ക് എഴുതും കൂടെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സൈഡ് ബൈ സൈഡ് ഞാൻ വായിച്ചു അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ തന്നെ നിൽക്കുമല്ലോ. ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എൻ്റെ ഫോൺ എന്തായാലും എനിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഇവിടെ വരത്തില്ല, കാരണം അത് റെക്കോർഡ് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ അതല്ലാണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ബുക്ക് വായിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കൂളിൽ എനിക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് അതൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ ചായയും പഴംപൊരിയൊക്കെ, പഴം ഇങ്ങനെ നെയ്യിൽ വാട്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലൈബ്രറിയിൽ നിന്ന് വാങ്ങിച്ച ബുക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിപ്പോൾ ഇരുന്ന് വായിക്കാമെന്ന്. ലൈബ്രറിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ബുക്ക് വിത്തിൻ 1 വീക്ക് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഇരുന്ന് വായിക്കാമെന്ന്. ഞാൻ മിക്കപ്പോഴും ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കൊന്നും അങ്ങനെ വായിക്കാറില്ല, ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം സുധാമൂർത്തിയുടെ ബുക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ദ മദർ ഐ നെവർ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം അത്രയോട് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.